സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ വലിയൊരു ശക്തി മാധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു ഇന്ന് ഈ സമയം നാം ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥന. മറ്റുള്ളവർക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും കർത്താവ് നടത്തിത്തരും. മധ്യസ്ഥ പ്രാർത്ഥന ഒരുപാട് ശക്തി ഉള്ളതാണ് എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേൽക്കാർ അമലോക്യരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ മോശ മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. മോശ കൈകൾ ഉയർത്തിയപ്പോൾ വിജയം ഇസ്രായേൽക്കാർക്കായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി വചനം നമുക്ക് കാണിച്ചു തരുന്നു. അതിനാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് ഇടപെടണം എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നിയോഗത്തിൽ കർത്താവ് തീർച്ചയായും ഇടപെടും. സങ്കീർത്തനം 33:18 ഇപ്രകാരം പറയുന്നു: ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാര്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവിടുന്ന് അവരെ കടാക്ഷിക്കുന്നു. ജീവിത മേഖലകളിലേക്ക് അവിടുന്ന് അനുഗ്രഹം വർഷിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 91 പറയുന്നു: എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. എന്റെ പ്രിയ സഹോദരരെ, നമ്മുടെ കഷ്ടതയിലും വേദനയിലും നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും നമ്മൾ ചേർന്ന് നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയവികാരങ്ങളെയും വിചാരങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. റോമ 8:26 പൗലോസ് പറയുന്നു: വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടിവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതിനാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് ഈ നിമിഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയും വിശുദ്ധയുടെയും മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. യുദ്ധഭീതിയിൽ ആയിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെ സമർപ്പിക്കാം. കേരളത്തെ സമർപ്പിക്കാം. സഭയെ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മെ ഓരോരുത്തരെയും കർത്താവിന് വിട്ടുകൊടുത്ത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും
സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളും പരിശുദ്ധാത്മാവ് വഴി ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന അവിടുന്ന് ഞങ്ങളുടെയും ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.